ഹലോ. അപ്പോൾ നമ്മുടെ ലാൽബാഗിൽ ഫ്ലവർ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ഷോ തുടങ്ങുന്നത് ഓഗസ്റ്റ് 7 തൊട്ട്, അതായത് ഇന്ന് തൊട്ട് 17-ാം തീയതി വരെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഗ്ലാസ് ഹൗസ് എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞ് ഫ്ലവർ ഷോയ്ക്ക് ശേഷം എങ്ങനെ സെറ്റ് ചെയ്യും എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ് ഹൗസ് മൊത്തം ഇനി സൈഡെല്ലാം കെട്ടി അതെല്ലാം മറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ അവിടെ എല്ലാം അകത്ത് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യും. ഈവൻ ഈ ഗാർഡനിലായിരുന്നാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. നമ്മളിപ്പോൾ ഈ കാണുന്ന ആ ബാസ്ക്കറ്റ് പോലെ കണ്ടില്ലേ, ഫ്ലവർ ഇങ്ങനെ അവിടെ എല്ലാം ഫ്ലവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യും. അതുപോലെ ആ നടുക്കും കാര്യങ്ങളിലെല്ലാം ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഏരിയയിൽ ഈ കമ്പിയെല്ലാം ഇപ്പോൾ കിടക്കുന്നിടത്തെല്ലാം ഫ്ലവർ എല്ലാം സെറ്റ് ചെയ്ത് നല്ല രീതിയിലായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലവർ ഷോയുടെ ഒരു വീഡിയോയും കാണാം. കാരണം വെച്ചാൽ അകത്ത് ഗ്ലാസ് ബ്രിഡ്ജ് എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല, അതിൻ്റെ വീഡിയോയും ചേർക്കുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. ഈ സൈഡിലെല്ലാം നല്ല രീതിയിൽ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കയറുന്നതിൻ്റെ എൻട്രൻസ് ഫീ ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് വേണം നോക്കാം. കഴിഞ്ഞ വർഷം വരെ 80 രൂപയും വർക്കിംഗ് ഡേയ്സിൽ അല്ലാതെ വീക്കെൻഡിൽ 100 രൂപയായിരുന്നു അഡൾട്ട്സിനുള്ളത്. പിന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ID കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആണ്. സ്കൂൾ സ്റ്റുഡൻസിനും താഴെയൊക്കെ കണ്ടില്ലേ, അത് നമ്മുടെ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇങ്ങനെ പെർമനൻ്റായിട്ട് വെക്കാം, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണിത്. നേരത്തെ വളർന്നു വരേണ്ട ചെടികളെല്ലാം രണ്ട് സൈഡിലും ചെറുതായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു മയിലിനെയാണ് കാണാൻ പോകുന്നത്. ആ മയിലും നല്ല രീതിയിൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ട്രാൻസിഷനിലോട്ട് പോകാം. ട്രാൻസിഷൻ മീൻസ് ഇപ്പോൾ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തതിനുള്ളൊരു വീഡിയോ കാണാം. ഇത് രണ്ടും ഞാൻ രണ്ട് സമയത്ത് എടുത്തതാണ്. ഒന്ന് ഞാൻ ഫ്ലവർ ഷോയ്ക്ക് കുറേ നാൾ മുമ്പ് എടുത്തതും, കറച്ച ഫ്ലവർ ഷോ ആവുമെന്ന് എനിക്കറിയാം, അപ്പോൾ അന്നേരത്തേക്ക് എടുത്തതും, അത് കഴിഞ്ഞ് ഫ്ലവർ ഷോയുടെ ടൈം ആയപ്പോഴത്തേക്കും. ഇതാണ് പിന്നെ എടുത്ത വീഡിയോ. നമ്മൾ എൻട്രൻസിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഈ എൻട്രൻസിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേന് ഇവിടെ നമ്മൾ കയറുന്ന എൻട്രൻസ്, ഇനി ഇവിടെ ചെക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം വരും. ഇവിടെ ഇങ്ങനെ ആയിരിക്കും പൈസ വാങ്ങുന്ന കൗണ്ടർ വരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയി കഴിയുമ്പം കുറേ ഫ്ലവേഴ്സ് രണ്ട് സൈഡിലായിട്ടും വെച്ചേക്കുന്നതാണ്. ഇപ്പോഴല്ല, മറ്റേ ഇതിൻ്റെ സമയത്ത്, എന്താ ഫ്ലവർ ഷോ തുടങ്ങുന്ന സമയത്ത്. ഇപ്പോഴത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ല. സൂര്യകാന്തി പൂത്തിട്ടില്ല ഇപ്രാവശ്യം, അല്ലാതെ താഴെയൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ലേറ്റ് ആയെന്ന് തോന്നുന്നു വെച്ചപ്പോഴത്തേന്. കയറി വരുമ്പോൾ കുറേ പൂവൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. യെല്ലോ ഇത് നമുക്കിനി എന്തായിരുന്നാലും ഇത് ഫ്ലവർ ഷോ കാണാൻ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കാം. ഇത് ഫ്ലവർ ഷോയ്ക്ക് മുമ്പുള്ള വീഡിയോ ആണ്. ഇവിടെ എല്ലാം പൂ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ചട്ടിയിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ വെക്കാനുണ്ട്, അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ജൂലൈ അല്ല, ഓഗസ്റ്റ് 7 തൊട്ട് 17 വരെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ എല്ലാം അറേഞ്ച് ചെയ്താൽ മതി. കുറേ പൂക്കളൊക്കെ എന്തായിരുന്നാലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പുതിയ മോഡൽ ചെടിയാണ്, ഞാൻ കണ്ടിട്ടില്ല, കൊള്ളാം കാണാനായിട്ട്. ഗ്ലാസ് ഹൗസിലോട്ട് പോകുന്നതിൻ്റെ ഇതാണ്. രണ്ട് സൈഡിലും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നോക്കട്ടെ, നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടേക്കല്ലേ, 7th കഴിയുമ്പോഴാണ്, 7th തൊട്ടാണ് ഇത് ഓപ്പൺ ആവുന്നത്. അവിടെ രണ്ട് സൈഡിലും ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബിഫോർ വീഡിയോ എൻ്റെ കയ്യിരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാം. നല്ല രസമുള്ളൊരു കാര്യമാണ്. ഈ മയിലിനകത്തൊന്നും അന്ന് അവർ ഫ്ലവർ വെച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ ബിഫോർ വീഡിയോ, ഈ ഫ്ലവർ ആയിരുന്നാലും അത് കഴിഞ്ഞൊരു ആർച്ച് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഫ്ലവർ ഇല്ലാത്ത രീതിയിലായിരുന്നു ഇരുന്നത്. ഇപ്പോൾ ഫ്ലവറെല്ലാം വെച്ച് നല്ല രീതിയിൽ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. വേണ്ട കണ്ടില്ലേ, മയിൽ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഫോർ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? നല്ല വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് 2 പ്രാവശ്യം കാണുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റേതായത്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്തും മയിലിനകത്തും ചിലതിനകത്തൊന്നും പൂ പിടിച്ചിട്ടില്ല, ഒക്കത്തില്ല. എനിക്ക് തോന്നുന്നു അകത്തേക്കുള്ള പൂവാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ആർച്ച് സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ,
ഈ ആർച്ചിൻ്റെ ബിഫോർ ഒരു വീഡിയോ ഉണ്ട്, അത് കാണുമ്പോഴും നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം മീൻസ് ഫ്ലവറെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അകത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചേ വെക്കത്തുള്ളൂ. ആ കൊട്ടയ്ക്കകത്തും താഴോട്ട് ഡ്രോപ്പ് ആവുന്ന രീതിയിൽ മാത്രമുള്ള രീതിയിലേ വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം പുറത്ത് വെച്ചേക്കുന്നതെല്ലാം അകത്ത് ഗ്ലാസ് ഹൗസ് വെക്കാനുള്ളതാണ്. നല്ല രസമുണ്ട് അത് പറഞ്ഞാൽ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ മണ്ടയ്ക്ക് ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം അകത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സാണ്. കുറച്ച് ഇത് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചേക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് അകത്ത് വെച്ചേക്കും. ഞാൻ പറഞ്ഞില്ലേ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറേഞ്ച് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ അതുകൊണ്ട് ഫ്ലവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയും കൊണ്ടുവന്ന് ഇനി അറേഞ്ച് ചെയ്യും. അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്തായിരുന്നാലും ഫ്ലവർ ഷോയുടെ ഒരു വീഡിയോ ഇറക്കാം. അവരവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡിലായിട്ട് സെറ്റ് ചെയ്ത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം ഇതിലേക്ക് നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ ഇടാം.